ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട എടക്കടവെന്ന സ്ഥലത്ത് അതിദാരുണമായ ഒരു വിദ്യാർത്ഥിയുടെ മരണം നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. അനന്തു നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അനന്തുവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വളരെ ആസൂത്രിതമായി ഒരു പ്രദേശത്ത് നടന്നു വന്ന നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നും വാർത്താ ശൃംഖലകളിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അവിടെ അന്വേഷിച്ച സന്ദർഭത്തിലും അതുതന്നെയാണ് മനസ്സിലായത്. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നികൾക്ക് അത് കടന്നു പോകുന്ന വഴിയിൽ ഷോക്കേറ്റ് പന്നിയെ കൊല്ലുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് നടക്കുന്നൊരു കുറ്റവാളി പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത് എന്നും ആ സംഭവം സന്ദർശിച്ച് എല്ലാ വസ്തുക്കളും വെച്ച് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്ത് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് കരുതി വെച്ച സാധനങ്ങളും അതിൻ്റെ സമീപത്ത് തന്നെ കാണാൻ ഇടയായി. ഒരു മുള വടിയിൽ കെട്ടി ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈനിൻ്റെ മേലെ ഇട്ട് അവിടുന്ന് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഇപ്പോൾ കണ്ടു. ഇപ്പോൾ തികച്ചും അനധികൃതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രവൃത്തിക്ക് ഉത്തരവാദിയായ ആളെ ഏതാണ്ട് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായ ചർച്ചയിലൂടെ മാത്രമേ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശ്രദ്ധയോടെ പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ എത്തപ്പെടുന്ന ആളുകൾ ആസൂത്രിതമായ രീതിയിൽ എത്തപ്പെട്ടതാണോ, അതിനെ തുടർന്ന് നിലമ്പൂർ ഉൾപ്പെടെ നടന്നിട്ടുള്ള വാഹനം തടയലുൾപ്പെടെയുള്ള സമരങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി അതിനുപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിക്രമിക്കുന്നതിന്, കടന്നാക്രമിക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനാത്മകമായ രീതിയിൽ വരുമ്പോൾ അതിന് മറുപടി പറയാൻ സ്ഥാനാർത്ഥി തയ്യാറില്ല. അത് സണ്ണിയാണ് പറയേണ്ടത് എന്ന് സണ്ണി ഏതോ ഒരു വിവരം വെച്ച് സണ്ണി പറയുക. നിഷേധിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരക്ഷരം പറയാൻ സണ്ണിക്ക് സാധിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് അതേ എല്ലാം നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നോരും നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. ആ കൺമുമ്പിലുണ്ടായ സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇത് ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. വനം വകുപ്പ് മന്ത്രി കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിക്കണം.